അപ്പോൾ പ്രഭാത കേരളം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തുടരുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഫോർട്ട് കൊച്ചി എന്നുള്ള പേര് ഉണ്ടായത് ഇവിടെ പോർച്ചുഗീസുകാർ വന്ന് കോട്ട കെട്ടിയതിനെ തുടർന്നാണ്. സാമൂതിരിയിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുമായി കൈ കൊടുത്തത് അഫോൻസോ ഡി അൽബുക്കർക്കിനാണ്. അദ്ദേഹത്തിന്റെ സേനയുടെ സഹായത്തോടുകൂടി സാമൂതിരിയെ തുരത്തിയെങ്കിലും തുടർന്ന് പോർച്ചുഗീസുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അവർക്കിവിടെ കോട്ട കെട്ടാനുള്ള സ്വാതന്ത്ര്യം. ഈ ഭാഗം അന്ന് ഓൾഡ് കൊച്ചി എന്നോ വെസ്റ്റ് കൊച്ചി എന്നൊക്കെ അറിയപ്പെടുന്ന ദ്വീപിന്റെ ഈ ഭാഗം പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കച്ചവട താല്പര്യങ്ങൾ, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനൊക്കെയായി കോട്ട കെട്ടി. ആ കോട്ടയുടെ പേരാണ് ഫോർട്ട് ഇമ്മാനുവൽ. അപ്പോൾ അതിന്റെ ഗണറിയിൽ അല്ലെങ്കിൽ ഒരു പീരങ്കിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ എഴുതിയിട്ടുമുണ്ട് പാർട്ട് ഓഫ് ദ ഫോർട്ട് ഇമ്മാനുവൽ where the gunnery fitted with powerful guns to keep a check on the incoming ships was located. കടലിലൂടെയുള്ള ആക്രമണം തടയാനായിട്ടുള്ള ശക്തിയേറിയ പീരങ്കികൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചിരുന്നു ഈ ഫോർട്ടിൽ. അങ്ങനെയാണ് കൊച്ചി അല്ലെങ്കിൽ പഴയ കൊച്ചി ഫോർട്ട് കൊച്ചിയായി മാറിയത്. 160 വർഷത്തോളം പോർച്ചുഗീസ് ആധിപത്യം ഇവിടെ തുടർന്നു. ചുരുക്കി പറഞ്ഞാൽ ഒടുവിൽ രാജാവിനെ നിയന്ത്രിക്കുന്ന ശക്തികളായി ഈ സഹായവുമായി എത്തിയ പോർച്ചുഗീസുകാർ മാറി. ഏതാണ്ട് ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയിലായി കൊച്ചി മഹാരാജാവ്. വീണ്ടും മഹാരാജാവ് ഒരു ഇന്റർനാഷണൽ ഇന്റർവെൻഷനിൽ കൂടിയാണ് രാജ്യാന്തര തലത്തിലുള്ള അടുത്ത സംഘത്തെ ഡച്ചുകാരെ സ്വാഗതം ചെയ്ത് ഡച്ച് സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്തിയത്. പിന്നെ ഡച്ച് ആധിപത്യമായിരുന്നു ബ്രിട്ടീഷുകാർ കടന്നു വരുന്നത് വരെ. ഇങ്ങനെ ഫോർട്ട് കൊച്ചിക്ക് പറയാൻ കഥകൾ ഒട്ടേറെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇവിടെ പരേഡ് ഗ്രൗണ്ട് ഉണ്ട്. ഈ പരേഡ് ഗ്രൗണ്ടിലാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷ് പതാക താഴ്ത്തുകയും ഇന്ത്യൻ പതാക ഉയർത്തുകയും ചെയ്തത്. അങ്ങനെ ഒരു അഭിമാനകരമായ ഒരു സംഭവം കൂടി ഫോർട്ട് കൊച്ചിക്ക് പങ്കുവെക്കാം. അപ്പോ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒടുവിൽ ബ്രിട്ടീഷുകാരുടെയും ആധിപത്യം അവസാനിപ്പിച്ചതിന്റെ പ്രതീകവും ഇവിടെ തന്നെ ഉണ്ട്.